ഇന്ന് ഞങ്ങൾ ചാവക്കാട് മറീൻ വേൾഡിലാണ് വന്നേക്കുന്നത്. ഞങ്ങൾ ചാവക്കാട് മറീൻ വേൾഡ് കാണാൻ വന്നു. സോ ഞങ്ങൾ മറൈൻ വേൾഡ് കാണാൻ വന്നപ്പോൾ ഞങ്ങളുടെ പപ്പായും മമ്മിയും ഞങ്ങളെല്ലാവരുമായിട്ട് ഞങ്ങളെല്ലാവരും വന്നു. അപ്പോൾ ഞങ്ങളുടെ പപ്പായ്ക്ക് നടക്കാൻ ഇച്ചിരി പാടാ. അതുകൊണ്ട് ഞങ്ങളുടെ പപ്പായ്ക്ക് ഞങ്ങൾ വീൽ ചെയർ ഓർഡർ ചെയ്തു. വീൽ ചെയർ മറൈൻ വേൾഡിൽ നടക്കാൻ ഒത്തിരി ഉള്ളതുകൊണ്ട് വെളിയിൽ തന്നെ നമുക്ക് വീൽ ചെയർ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് വീൽ ചെയറിൽ പ്രായമായവരെ ഇരുത്തി ഉന്തിക്കൊണ്ട് ഇതിനകത്തോടെ സുഖമായിട്ട് നടക്കാം. അപ്പോൾ അവർക്ക് ഒത്തിരി നടന്ന് അവർ ടയേർഡൊന്നും ആകത്തില്ല. ഇതിനകത്ത് ഒത്തിരി നമുക്ക് നടന്ന് കാണാനുണ്ട്. ഇത് ഫസ്റ്റ് സെക്ഷനാണ്. ഇങ്ങനെ ഒത്തിരി അക്വേറിയം പോലെ അവർ ഇതിന് ഓരോന്നിൻ്റെ കുഞ്ഞു കുഞ്ഞു മീനുകൾ പല കുഞ്ഞു കുഞ്ഞു മീനുകൾ പല ഡിഫറെൻറ്റ് കളേഴ്സ്. നല്ല രസമാണ് കാണാനും. ഈ ഓരോ അക്വേറിയത്തിനകത്ത് അവരൊരു തീം വെച്ചിട്ടുണ്ട്. ഇൻസൈഡിൽ കണ്ട് അതൊരു ഒരു ബ്രിഡ്ജായിട്ടോ അല്ലെങ്കിൽ ഒരു പിരമിഡായിട്ടോ ഇതുണ്ട്. ഇത് ഓട്ടോറിക്ഷയുടെ മോഡലിൽ അക്വേറിയം ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. നേരത്തെ നമ്മളൊരു കാറ് കണ്ടു. ഇത് ഓട്ടോറിക്ഷ. അങ്ങനെ അതെ, സ്മോളസ്റ്റ് മീൻ തൊട്ട് ബിഗ്ഗസ്റ്റ് മീൻ വരെ എല്ലാ മീനും നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ അവിടെ കാണാൻ സാധിക്കും. ഒത്തിരി നല്ലൊരു സ്ഥലമാണ്. ഞങ്ങൾക്ക് പോയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരിക്കലും ബോറടിക്കത്തില്ല. അതുകൊണ്ട് സൈഡിലാണെങ്കിലും ഒത്തിരി മറൈൻ വേൾഡിലെ ഒത്തിരി തീംസും ഒത്തിരി ഇതൊക്കെ ചെയ്തിട്ടാണ് അവിടെ എല്ലാം സോ മെനി ബിഗ്ഗസ്റ്റ് മീനുണ്ട്. എല്ലായിടത്തും നമ്മളൊരു മഴ പെയ്യുന്ന ഫീൽ, അല്ലെ കടലിനടിയിൽ നിൽക്കുന്ന ഒരു ഫീല്. ആർട്ട് വർക്കിലാണെങ്കിലും സൗണ്ട് എക്കോസിസ്റ്റത്തിലാണെങ്കിലും അവരത് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു സീഷോറിൽ അല്ലെങ്കിൽ ഒരു സീഡ് അടിയിലുള്ള ആ സൗണ്ടൊക്കെ അവർ നല്ല വെറൈറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്കൊരിക്കലും ബോറടിക്കും. കാരണം സെയിം പാറ്റേണിൽ സെയിം ആർക്കിടെക്ചറിലെല്ലാം പോവുകയാണെങ്കിൽ ചിലപ്പം നമുക്ക് പെട്ടെന്ന് ഇത് ബോറടിക്കുമായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഓരോ ഫിഷിൻ്റെ ആ തീം വരുന്നതും ഡിഫറെൻറ്റ് തീംസ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഫിഷുമാണ് ആ ഫിഷിൻ്റെ അക്വേറിയത്തിൽ ചെയ്തേക്കുന്ന തീം വർക്കും ഡിഫറെൻറ്റ് ഉണ്ടോ. ഇതൊരു മരം കാടിനടി എന്നുള്ള രീതിയിൽ. അപ്പം മുകളിൽ നിന്ന് മരം താഴോട്ട് ആ മരത്തിൻ്റെ വേരുകൾ, ആ വേരുകളുടെ ഇടയിൽ കൂടെ മീൻ നടക്കുന്നു. അങ്ങനെയൊക്കെ ഓരോ ഈച്ച് ആൻഡ് എവരി ഇതിനും അവരിത് ഡിഫറെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 120 or 30 above ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇത് അക്വേറിയം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം വെറൈറ്റിയിലാണ്. നമുക്കെല്ലാം അവിടെ മീനുകളുടെ പേരും അതിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ മീനുകളുടെ പേരും അത് എത്ര വയസ്സ് വരെ ജീവിക്കും അതുപോലെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ ഇൻഫർമേഷനും അവർ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മീനുകളും ഉണ്ട് നമ്മുടെ. അങ്ങനെ ഇതടുത്ത് മീന് മമ്മി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ എല്ലായിടത്തും ഇരുട്ടത്താണ് അവർ മീൻ്റെ ആ ഭാഗത്താണ് വെട്ടം വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ, അല്ലാവുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ പോലെയാണ്. അതെല്ലാം ഡിഫറെൻറ്റ് കളേഴ്സും ഡിഫറെൻറ്റ് സ്പീഷ്യസും ആയിട്ടുള്ള മരം. ഇത് സിമെന്റിനകത്ത് ചെയ്തേക്കുന്നതാണ്. മർമെയ്ഡ് ഈ ഹോൾസിനകത്തൊക്കെ ഫിഷ് ഇരിക്കുകയാണ്, ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് നല്ല സന്തോഷമായിട്ട്. കാരണം നമ്മുടെ അടുത്തൂടെ നമുക്ക് ആ ചില്ലിൻ്റെ തൊട്ടടുത്ത് പോയി നിൽക്കുമ്പോൾ നമ്മുടെ അടുത്തൂടെ ഇങ്ങനെ വലിയ മീൻ. ഇവനാണ് അവിടുത്തെ സ്റ്റാർ കേട്ടോ. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ മീനുകളിൽ പല സ്ഥലത്ത് ഇവനെ അവര് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ഒരു ബ്രിഡ്ജിന് മുകളിൽ കയറി നിന്ന് കാണും. അപ്പൊ താഴെ ഇടയ്ക്ക് ചില സമയത്ത് ഇവൻ ചാടും എന്നാ പറയുന്നത്. ഞങ്ങൾ നിന്ന സമയത്ത് അവൻ ചാടിയൊന്നുമില്ല. ഫീഡിങ് ടൈം ഏർലി മോർണിംഗ് ആ ഫീഡിങ് ടൈം. നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് 9 o'clock ബിഫോർ അവർ എല്ലാ ഫിഷിനെയും ഫീഡ് ചെയ്ത് ക്ലീൻ ചെയ്തെല്ലാം വെക്കും. നല്ല ക്ലീൻ ആട്ടോ. നമുക്കൊരു ഡേർട്ടി ഫീലിങ്ങോ ഒരു ചീത്ത മണമോ അങ്ങനെയൊന്നുമില്ല. എല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പം അവരത് പറയുന്നുണ്ട് സ്പെഷ്യലായിട്ട് രാവിലെ 9 o'clock മുമ്പ് അവർ ഫീഡ് ചെയ്ത് എല്ലാം നല്ല നീറ്റ് ടൈഡി ആക്കി വെച്ചിട്ടാണ് നമ്മൾക്ക് നമ്മുടെ വിസിറ്റിംഗ് അവേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഇവനെ നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നും കാണാം. അപ്പം ബ്രിഡ്ജ്
ഇത് ഗ്ലാസ് നമ്മുടെ താഴെക്കോട് ഓടുമ്പോ ഒരു നല്ല 3D ഫീലിംഗ് നമ്മുടെ താഴെക്കോട് നമ്മുടെ എടുത്തോട് ഓടുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ സൈഡിൽ ആ വേലി പോലെ കെട്ടിയിരിക്കുന്നിട്ട് സൈഡിൽ നിന്നും കാണാം. സൈഡിൽ നിന്ന് കാണുമ്പോൾ അത്രയും സുഖമില്ല. ആ മോളിൽ നിന്ന് കാണുന്നത് തന്നെയാണ് നല്ല ഇരുന്നിട്ട് കാലിടാവുള്ളേ. ഇക്കളെ എടുക്കത്തുള്ളൂ, അവിടെ ഇരുന്നോ. ഇക്കളി 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 ബേബി ഫിഷ് പായ്ക്ക് ഇരിക്കുന്ന സ്ഥലത്തിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ അക്വേറിയം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ മുകളിൽ ഒരു അക്വേറിയം, അതിന്റെ താഴെ വീണ്ടും വേറൊരു അക്വേറിയം. നല്ല രസമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഓരോ അക്വേറിയത്തിന്റെയും ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഡിഫറെന്റ്. ഒരെണ്ണത്തിനകത്ത് മമ്മിയൊക്കെ മീൻ പൊതിയുമായിരുന്നു. അപ്പയുടെ അപ്പയുടെ കാല് പോലും കാണാൻ പറ്റത്തില്ല, അതുപോലെ പൊതിഞ്ഞു. പിന്നെ അമ്മയുടേത് കുറച്ചെങ്കിലും കാണാനോ. ഞാനാ വിട്ടുപോലെ എനിക്ക് പേടിയാണ്. ഞാൻ കാലിൽ ഒന്ന് വെച്ചു, ഒരു മീൻ വന്ന് എന്റെ കാലിൽ തൊട്ട് അപ്പൊ തന്നെ ഞാൻ എടുത്തു. ആദ്യം ഒരു 5 മിനിറ്റ്സ് നമുക്കൊരു ഇച്ചിരി ഡിഫിക്കൽട്ടാ. ഇക്ലി എടുത്തിട്ട് നമുക്ക് കാല് മുക്കാം. അതൊന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് കാലെടുക്കാൻ തോന്നുന്നില്ല. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടും. കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം എന്ന് തോന്നുന്നില്ല. പക്ഷെ എച്ചൂട്ടനാൾ സൂപ്പറാണ് കേട്ടോ. എച്ചൂട്ടൻ ചെറുതാണെങ്കിലും ആൾക്ക് കാലിട്ടുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഫിഷ് പാക്ക് ഇതുണ്ട്. ഇത് അപ്പയുടെ കാലില് ഇങ്ങനെ പൊതിഞ്ഞ് മീൻ കാണത്തില്ലാത്ത പോലെ ആയിരുന്നു അവസാനമൊക്കെ. ഒരു പ്രാവശ്യം പൊക്കി പിന്നെ അപ്പ വെച്ചോണ്ടിരുന്നിട്ട് അപ്പയുടെ കാലിൽ മൊത്തം മീനാണ്. പിന്നെ അപ്പയ്ക്ക് ഇക്ലി എടുക്കുവാണ്. പിന്നെ അത് നിർത്തി. പിന്നെ അപ്പയുടെ കാലിൽ സെക്കൻഡ് ടൈം കണ്ടപ്പോ മൊത്തം മീന് പൊതിഞ്ഞു. ഈ മീനിന്റെ ഒക്കെ ഇടയ്ക്ക് വലിയ മീൻ ഓടുന്നുണ്ട്. വലിയ മീനുണ്ട്. പക്ഷെ only small men നമ്മുടെ കാലിൽ സ്മോൾ മീൻ മാത്രമേ വന്ന് ടച്ച് ചെയ്യുള്ളൂ. ബിഗ് മീൻ അതിന്റെ സൈഡിൽ കൂടെ പോകും, നമ്മുടെ അടുത്തോട്ടേ വരില്ല. അത് നമ്മുടെ കാലിന്റെ അടിക്കൂടെ പോകും. നമ്മുടെ കാലല്ലേ. നല്ല രസമാണ് കേട്ടോ. നമുക്കൊരു ടൈം പാസും പിന്നെ ഒരു ക്ലീനിങ്ങും എല്ലാം ഉണ്ട്. നമ്മുടെ കാലിലെ എല്ലാ ഡെഡ് സ്കിന്നുകളും ഫിഷ് വന്ന് കുത്തി തിന്നും എന്നാണ് പറയുന്നത് നമ്മുടെ ഫിഷ് പായല്ലേ. കാലിന് നന്നായിട്ടൊന്ന് കാലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കിട്ടും. അതെ, അതിന്റെ സൈഡിൽ കൂടെ മുഴുവൻ അവർ അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലും പല പല വെറൈറ്റിയിലുള്ള പല നോക്കിയാലും നമുക്ക് കുഞ്ഞു കുഞ്ഞു മീനെ കാണാം, പിന്നെ വലിയ മീനിനെ കാണാൻ പറ്റും. അതും ബോറിംഗ് അല്ല. ഇതൊരു ഏരിയ മുഴുവൻ റൗണ്ടിൽ അവർ ഫിഷ് സ്പായ്ക്ക് വേണ്ടി റെഡിയാക്കി വെച്ചേക്കാം. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇരിക്കുക ഇങ്ങനെ റൗണ്ടിൽ. ഈ ഏരിയ മുഴുവൻ ഫിഷ് സ്പായുടെയാണ്. അപ്പോൾ സൈഡിൽ കണ്ടോ അക്വേറിയം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അതിലേക്ക് കൂടെ റിവർ പോലെ വെച്ചിട്ട് അതിനകത്താണ് നമ്മൾ ആ മീൻ, കറുത്ത മീനുള്ളത്. അതെ, ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ ഇത് ഒരു എന്താ അടിച്ചൊക്കെ അതിൻ്റെ സൗണ്ട് വരുന്ന ഫോഗ് വരെ അവർ എക്സാക്ട്ലി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് അവിടെ നിന്ന് മഞ്ഞ് പൊങ്ങുന്ന പോലെ ഫീൽ ചെയ്യാൻ വേണ്ടി. എല്ലാം ആർട്ടിഫിഷ്യലാണ്, പക്ഷെ എന്താ ഒരു നമുക്കെല്ലാം ഒരു നാച്ചുറൽ ഫീലിംഗ് തോന്നുന്ന രീതിയിലാണ് അവർ എക്സാക്റ്റ് അവരുടെ ആർക്കിടെക്ചർ വർക്ക് പോയേക്കുന്നത്. അത് ഓരോ ഫിഷിനും ചേരുന്ന തീമാണ് അവർ. ഫിഷിൻ്റെ കളറിനും ഇതുണ്ട്. ഇതിനകത്ത് ഈ ഫിഷ് വന്നപ്പോൾ ആ ഫിഷിന് ചേരുന്ന ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ എല്ലാ
എല്ലാ തീമും നല്ലത്. ഇപ്പോൾ 74 എത്തിയിട്ടേ ഉള്ളൂ. ഈ സൈഡ് മുഴുവൻ ഇതാണ്. അതിൻ്റെ നടുക്ക് അവരൊരു മത്സ്യ കന്യകനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കാനുള്ള സ്ഥലം, അവിടെ നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാം, ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമാണ്. ഫോട്ടോ എടുക്കാൻ റെഡിയാണ്. അതെ, ഞങ്ങളുടെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു അത്. ഇതാണ് ഒരു ഗോൾഡ് ഫിഷ്. ഇത് ഷാമിന് ഗോൾഡ് ഫിഷ് ഉണ്ട്. അപ്പൊ ഷാമിന് ഗോൾഡ് ഫിഷ് ടച്ച് പറ്റും. ഓക്കെ, നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാണ്. ഇതാണ് ഐസ് വേൾഡ് ടൈപ്പ് ഒരു സെക്ഷൻ. അറ്റ്ലാന്റിക്. ഇത് നമ്മുടെ പെൻഗ്വിനൊക്കെ ഇതിന് ഈ സൈഡിൽ കൂടി എല്ലാം അല്ല, മറ്റേ ചാവക്കാട്ട് ഫുൾ എയർ കണ്ടീഷൻ ആണെന്ന് തോന്നുന്നു. ചൂടൊന്നും ഉള്ളിൽ പോലും നടന്ന് മടുക്കുവോ ടയേർഡാവുമോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നല്ല ക്ലൈമറ്റ് അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. ഇനി ഇവിടെ നമുക്കൊരു ഫോട്ടോ സെക്ഷൻ ഉണ്ട്. ഫ്രീ ആയിട്ട് അവർ ഫോട്ടോ എടുത്ത് തരും. എന്നിട്ട് വെളിയിൽ ചെല്ലുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ മതി. അവർ അതിനായിട്ടൊരു ക്യാമറ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലം അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാമിലി ഫോട്ടോ സെക്ഷന് വേണ്ടി. ഇതിനകത്ത് മറ്റേ വാല് വലിയ മീനുകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വീണ്ടും ഇത് ആ ഷാർക്കിൻ്റെ വായിക്കകത്തൂടാണ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വന്നിറങ്ങുന്നതാണ്. ഷാർക്കിൻ്റെ വായു ഇതിനകത്തുള്ള ചാടുന്നത്. പവിഴപ്പുറ്റ് പോലെ ഓരോന്നൊക്കെ അടുത്തുണ്ടാക്കി. മീനെ ഇഷ്ടമുള്ളവരും മീനിൽ പിള്ളേർക്കൊക്കെ ഭയങ്കര വെറൈറ്റി ഇഷ്ടമാണ് കേട്ടോ. കാരണം പിള്ളേർക്ക് ഫിഷും ഇതുമെല്ലാം എല്ലാം നല്ല ഇഷ്ടമുള്ള കൂട്ടത്തിലല്ലേ. അപ്പോൾ പിള്ളേർക്ക് ഒരിക്കലും ബോറടിക്കുന്നുണ്ടോ. എല്ലാ ടൈപ്പിലുള്ള ഫിഷസും ഉണ്ട്. റെയിൻ ഫോറസ്റ്റ്. അടുത്ത സെക്ഷൻ നമ്മൾ റെയിൻ ഫോറസ്റ്റിലോട്ടാണ് പോകുന്നത്. റെയിൻ ഫോറസ്റ്റ് ഡ്രസ് എന്നാക്കിയാ കണ്ടേ? ഇച്ചിരി മുകളിലാണ്. അപ്പോൾ നമ്മളൊന്ന് നടന്ന് വേണം കയറാൻ. വീൽ ചെയർ ഉള്ളവർക്ക് ഒരു കുഴപ്പമില്ല, തള്ളി കയറ്റാം. അവരത് വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ട് ഇത് ഹോൾ സെറ്റിങ് ചെയ്ത് ഇതിനകത്ത് ആമയുണ്ട്. ഇതിനകത്ത് ആമ കിടക്കുന്നത്. ഇതിനകത്ത് കുറേ അതിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ റെയിൻ ഫോറസ്റ്റിലോട്ട് കയറുന്നത്. ഈ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ജംഗിൾ പോലെ ഇരിക്കുന്നത്. റെയിൻ ഫോറസ്റ്റിനുള്ള പേരിന്റെ ടൈപ്പ് തന്നെ ഒരു ജംഗിൾ പോലെ. മറ്റേ ഡാർക്ക് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഡാർക്കായി മാറും. സൗണ്ട് എല്ലാം അങ്ങനെ നല്ല മഴ പെയ്യുന്ന സൗണ്ടും പിന്നെ കിളികൾ ചിലയ്ക്കുന്ന സൗണ്ട്. എക്സാക്റ്റ് നമ്മളൊരു ഫോറസ്റ്റിൽ ചെന്ന ഫീലിംഗ് നമുക്ക് കിട്ടും. ബിഗ്ഗസ്റ്റ് മീൻ കണ്ടു. ബിഗ്ഗസ്റ്റ് മീൻ കണ്ടു. ഇവിടെ എന്നൊക്കെ കണ്ടു മുത്ത? ഒന്നും കണ്ടില്ല. ഇവിടെ അവർ പുറകിൽ ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഫോറസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മാനും കുറച്ച് ബേർഡ്സും. താഴെ നമ്മുടെ ഹീറോ കിടപ്പുണ്ട്. ഇവിടെയുണ്ട് നമ്മുടെ ഹീറോ ഉണ്ട്, ഏറ്റവും വലിയ മീൻ. കുറേ സ്ഥലങ്ങളിൽ അവനുണ്ട്. അവനെ കാണുന്നത് നമുക്കൊരു പ്രത്യേക സന്തോഷം. ഫോറസ്റ്റ് അത് ഡീർ നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് പറക്കുന്ന ബേർഡ്സും അങ്ങനെയൊക്കെ വെച്ചേക്കുന്നു. എന്നിട്ട് അവര് ഇമാജിൻ ചെയ്യുന്ന ഫോറസ്റ്റിന്റെ അടിയിലേക്ക് ആ സെറ്റപ്പിലാണ്. ഫോറസ്റ്റിന്റെ അടിയിൽ വെള്ളം വന്ന് ചാടുന്നിടത്ത് ഒരു ലേക്ക്, ആ ലേക്കിനകത്ത് മീൻ കിടക്കുന്നു. അതാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. പക്ഷെ ആ സൗണ്ടൊക്കെ എടുത്ത് ഒരു ഡൈവറിനെ ഞങ്ങളവിടെ വെച്ച് കണ്ട്. ക്ലീനിങ് ആയിരുന്നു പുള്ളി. ഡൈവർ നടക്കുന്ന കണ്ടിട്ട് അതെ, നമ്മളങ്ങനെ നേരിട്ട് ഡൈവേഴ്സിനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ പിള്ളേർക്ക് ഡൈവറിനെ കണ്ടത് ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നമ്മൾ താഴെ പോകുമ്പോഴും നമുക്ക് ആ ഡൈവറിനെ കാണാം. ബിക്കോസ് ഈ സെയിം സാധനമാണ് നമ്മൾ താഴെ കാണാം. പക്ഷെ റെയിൻ ഫോറസ്റ്റ് കാണത്തില്ല, പക്ഷെ വെള്ളം അവിടെ കാണും. ഈ റെയിൻ ഫോറസ്റ്റിന്റെ ഈ ലേക്ക് നമുക്ക് താഴത്തെ സൈഡിൽ നിന്നാൽ ഗ്ലാസ്സിൽ കൂടെ കാണാം. ഈ ഗ്ലാസ്സിൽ കൂടെ ഈ സെയിം സെറ്റപ്പ് കാണാം. അപ്പൊ ഫോറസ്റ്റ് കാണത്തില്ല. ഈ മുകളിൽ കയറി വന്നാല് ഫോറസ്റ്റ് കാണത്തുള്ളൂ. പക്ഷെ താഴെ നിൽക്കുമ്പോൾ നമുക്ക് ഫിഷസിനെ എല്ലാം കറക്റ്റായിട്ട് താഴെ നിന്ന് കാണാം നല്ലതായിട്ട് ഗ്ലാസ്സിലൂടെ. ഇത് കറക്റ്റ് റെയിൻ ഫോറസ്റ്റ് പോലെ കുറേ പുല്ല്, ചെടികള്, ബേർഡ്സ്, മരം, ഡിയർ, അങ്ങനെ എല്ലാം. ഫോറസ്റ്റിലെ ടൈഗർ.
പിള്ളേർക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒരു ഹോളിഡേ ഒരു 2-3 മണിക്കൂർ എൻജോയ് ചെയ്യാനുള്ള സാധനമുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അമ്മാതിരി ഉണ്ട് ഇതിനകത്ത് കാണാൻ. ഇത് കുഞ്ഞു മീനുകളാണ്. സെക്ഷനിലേക്ക് എത്തി. അവിടെ ഇങ്ങനെ അക്വേറിയം സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഡിഫറെൻറ്റ് കുഞ്ഞു മീനുകൾ. ഇതൊക്കെ കളർഫുൾ മീനുണ്ട്. ഞങ്ങൾക്ക് കളർഫുൾ മീനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറിയ മീനാണ്, ചെറിയതെല്ലാം ചിലപ്പം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതായത് വുഡിൻ്റെ ഫോർമാറ്റിൽ അവരുണ്ടാക്കിയേക്കാണ്. അതായത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ മരത്തടി, ഈ സിമെൻ്റ് ഇടയ്ക്ക് വരുന്നത് മരത്തടി എന്നുള്ളത്, അതിൻ്റെ ഇടയ്ക്കൂടെ ഗ്ലാസ് ഇട്ട് കൊടുത്തത്. ഇതെനിക്ക് നമുക്ക് വീടുകളിലാണെങ്കിലും നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണിത്. കാരണം മരത്തടി വന്നിട്ട് മരത്തടിയുടെ ഇടയിൽ അതിനകത്ത് ഇതിനകത്ത് അവരിട്ടേക്കുന്ന ഫൈറ്ററാട്ടോ, ഡിഫറെൻറ്റ് കളർ ഫൈറ്റേഴ്സ് മാത്രമേ ഈ സെക്ഷനിലുള്ളൂ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ കണ്ടോ, മരത്തടിയുടെ ആ ഒരു ഫിനിഷിങ് വന്നിട്ട് അതിൻ്റെ ഇടയിൽ അക്വേറിയം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു നല്ല രസമുണ്ട് കാണുമ്പോഴേ. ഒറ്റ ഫൈറ്ററേ ഉള്ളൂ, ഒരെണ്ണത്തിനകത്ത് ഒറ്റ ഫൈറ്ററേ ഉള്ളൂ. ഇതിനകത്ത് നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഫൈറ്റേഴ്സിനെ ഇട്ട്, ഒത്തിരി ഫൈറ്റേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സിന് അതിനകത്തുണ്ട്. ചിലതിൻ്റെ വാല് ഇച്ചിരി പാടും, ചിലതിൻ്റെ വാല് ഒത്തിരി പാടുന്നവരൊക്കെ ആയി. നല്ല രസമാണ് ഫൈറ്റേഴ്സിനെ കാണാൻ. അതും ഇങ്ങനെ ഒരു സെറ്റപ്പിലൊക്കെ all mean same color. Appa one mean one color. Where all color mean undu. Appa nangal going meditation. ഓൾ കളർ ഫിഷസിനെ കൊച്ച് കണ്ടു. അപ്പം ഞങ്ങൾ അടുത്ത കളറിലേക്ക് പോവാണ്. ഉണ്ടോ, ഇത് ഏത് കളറാ? all color undu. Same color. അപ്പ ഞങ്ങൾ all color കണ്ടു. അപ്പം ഞങ്ങൾ മറ്റേ സെക്ഷനിൽ എത്തി. ഓൾ ഫിഷസിനെ, ഓൾ കളറിലുള്ള ഫിഷസിനെ കണ്ടിട്ട് ഞങ്ങൾ മറ്റേ സെക്ഷനിൽ എത്തി കേട്ടോ. അതാണ് കൊച്ചു പറയുന്നത്. അപ്പ വൺ സെയിം കളർ ഉണ്ട്. അപ്പ ഞങ്ങൾ കണ്ടു ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആൻഡ് ബ്ലാക്ക് സെയിം കളറല്ല. അപ്പ ദിസ് തന്നെ കളർ ഉണ്ട്. വെയിറ്റ്, അപ്പ ദിസ് ഓൾ കളർ ഉണ്ട്. അപ്പ ഓൾ കളേഴ്സ് കണ്ടു. അപ്പം ഞങ്ങൾ മറ്റേ ഓൾ കളർ കണ്ടു. അപ്പം നിങ്ങളടുത്ത ഫോട്ടോസ് ലാലനബിയെ കണ്ടു. അപ്പം ഞങ്ങൾ ഷോപ്പിന് മീൻ അടുത്ത സെക്ഷനിൽ നമ്മളെത്തി. മരത്തിന്റെ വേര് പോലെയൊക്കെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആ റെയിൻ ഫോറസ്റ്റിന്റെ താഴത്തെ വ്യൂ ആണ് കേട്ടോ. ഉണ്ടോ റെയിൻ ഫോറസ്റ്റ്? ഡൈവർ അതിൽ നടപ്പുണ്ട് ഡൈവർ. ഇവിടുന്നാണ് നമുക്ക് വലിയ മീനെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഈ ചില്ലിന്റെ അടുത്തൊക്കെ നമുക്ക് കേറിയിരിക്കാം. അപ്പൊ പിള്ളേർക്ക് ഇവിടുന്ന് ബിഗ്ഗസ്റ്റ് മീനെ സ്മോളസ്റ്റ് മീനെയൊക്കെ കണ്ട്, ബിഗ്ഗസ്റ്റ് മീനെ നമുക്ക് അവിടെ ഇരുന്ന് തൊടുകയും ഒരു മീനെ വന്നു കഴിയുമ്പോൾ അടുത്ത മീൻ വരും. അങ്ങനെ ആകുമ്പോൾ പിള്ളേർക്ക് നല്ല വെറൈറ്റി ആയി ഈ ഏരിയ. ഇവിടുന്ന് അടുത്ത സെക്ഷനിലോട്ട് പിള്ളേരെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒത്തിരി നേരം ഇരുന്ന് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തു. ഇങ്ങനെയുള്ള കുറേ സെക്ഷനുണ്ട് പിള്ളേർക്ക് ഒത്തിരി ആസ്വദിക്കാൻ പറ്റുന്ന, അവർക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത കുറേ സെക്ഷൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ ഇത്രയും വലിയ മീനെയൊക്കെ നമ്മൾ തൊട്ടടുത്ത് കാണുക എന്ന് പറയുന്നത് ഒരു വെറൈറ്റി അനുഭവം തന്നെയാണ്. അതുകൊണ്ട് പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന സ്ഥലമാണിത്. നമ്മൾ അടുത്ത സെക്ഷനിലെത്തി. ഇതിന് ചെതൽപ്പുറ്റും അങ്ങനെയുള്ള വെറൈറ്റി ഫിഷസൊക്കെയാണ്. എല്ലാ സെക്ഷനിലും മീനിൻ്റെ പേരും എല്ലാ സ്പീഷീസും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്നും നിന്ന് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അത്രയും ടൈം സ്പെൻഡ് ചെയ്തില്ല. ഇത് ഓടിച്ചിട്ട് കണ്ടാൽ പോലും ഒരു 2 മണിക്കൂറിന് മുകളിലെടുക്കും. അപ്പം നമ്മൾ അതുപോലെ നിന്ന് ഓരോന്ന് വെറൈറ്റിയൊക്കെ വായിച്ചൊക്കെ കാണുമ്പം അതിലേറെ സമയമെടുക്കും. ഉണ്ടോ, ഇത് അടുത്ത കുറേ മത്സ്യങ്ങളാണ്. ടെസ് ഇതിനടിയിലൊക്കെ കയറി മീൻ ഒളിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്റ്റോൺ ഫിഷ്. ഇതൊരു മീനാണെന്ന് അവർ പറഞ്ഞറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞത്. അല്ലെങ്കിൽ ഇത് നമ്മൾ വിചാരിക്കും ഇതിനകത്തൊന്നും ഇല്ലയെന്ന്. ഇതുണ്ടാവും, ശ്വാസം വലിക്കുന്ന മാത്രം കാണാം. ഉണ്ടോ, ആ ശ്വാസം വലിക്കുന്ന മാത്രം നമുക്ക് കാണാം. ഇതൊരു വലിയ പോയിസണസ് ഫിഷ് ആണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും ഇതിനകത്ത് തന്നെ മീനൊന്നും ഇല്ലേന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകും.
അവിടെ നിൽക്കുന്ന ചേച്ചിമാർ നമ്മളോട് അവിടെ സ്റ്റോൺ ഫിഷ് ഉണ്ട് നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ്. പിന്നെ പിള്ളേരൊക്കെ ആദ്യം ഇത് കാണാതെ പോയി, അവിടെ ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ടുണ്ട്. പ്രോൺസ് അടുത്ത സെക്ഷനിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ വേറെ കുറെ മുകളിലും താഴെയൊക്കെ കുറെ യെല്ലോ കളർ ഫിഷ് അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. ഇതൊരു മലയിടുക്കിന്ന് വെള്ളം വന്ന് താഴെ ഒരു ലേക്ക് എന്നുള്ളൊരു ഓപ്പൺ ചെയ്ത് ഫിഷ് സ്ലീപ്പ് ചെയ്യുന്നത് കണ്ടു. എവിടെയാ കണ്ടതെന്നറിയില്ല. ഇത് വീണ്ടും ഞങ്ങളുടെ പിള്ളേർ സ്റ്റോൺ ഫിഷിനെ കാണാൻ തിരിച്ചു വന്ന സെക്ഷനാണ്. ആദ്യം ഇവർ പോയി. അപ്പം ഞാൻ ചെന്ന് പറയുമ്പോഴാണ് ഇവരറിയുന്നത് ഇങ്ങനൊരു ഫിഷ് അതിനകത്തുണ്ട്. അതിന് എങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിക്കണം. അതിന് വേണ്ടി അവർ കുറേ ശ്രമിച്ചു, പക്ഷെ അവന് ഒരു രീതിയിലും അനങ്ങത്തില്ലായിരുന്നു. അതിൻ്റെ ആ ശ്വാസം വലിക്കുന്നൊന്നും കാണാമെന്നല്ലാതെ കുറേ ഇവർ പയറ്റിട്ടോ അതിനെ അനക്കാൻ. പക്ഷെ ഒരു രക്ഷയില്ല. പീപ്പിൾസിന് ഇഷ്ടമാണ് ഇവിടെ എത്തുന്നത് കേട്ടോ. മീനാണ് കല്ലിൽ മീൻ ഇരിക്കുമ്പോൾ നമുക്കത് മീനാണെന്ന് മനസ്സിലാകത്തില്ല, ചെറുതായിട്ട് അനങ്ങുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഇതൊക്കെ മീനാണ്. മീനൊക്കെ അവിടെ ഇങ്ങനെ ഇതൊക്കെ അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അടുത്ത ഫോറസ്റ്റ് ആണ്. ഇത് തെങ്ങുന്തോപ്പാട്ടോ. നല്ല കളർഫുൾ മീനുണ്ട്, കൊറേ വലിയ മീനുണ്ട്. ഇതിനകത്ത് ഷാർക്കും ഉണ്ട്, അത് ഏറ്റവും രസമുള്ളത്. ഇതിനകത്ത് വേറെ എല്ലാ കളറും. ഇത് കുഞ്ഞു കുഞ്ഞു മീനുകളാട്ടോ. പർപ്പിൾ കളർ മീനൊക്കെ കണ്ടിട്ടുണ്ട്. സ്റ്റോൺ ഫിഷും ഇത് വെളിയിലായിട്ട് കുറേ ഓഞ്ചിൻ്റെ അന്തിയൊക്കെ കുറേ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് അവര്. എല്ലാം മുകളിലും താഴെ ഫിഷ് മാത്രമല്ല കണ്ടു പോകേണ്ടത്, ബാക്കിയുള്ള ആർട്ടിക്കൾച്ചർ വർക്കും ഇതൊക്കെ കാണാൻ ഭയങ്കര രസാ കേട്ടോ. സൈഡിലും എല്ലാം നമ്മൾക്ക് എല്ലാം കണ്ടു. പക്ഷെ സിലിണ്ടറില് ഇതൊക്കെ കണ്ടോ. നമുക്ക് ആ മീൻ അനങ്ങുന്നുണ്ടെന്ന് പോലും തോന്നുന്നില്ല. നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ അനങ്ങാതെ ഈ മീൻ നിൽക്കുന്നുണ്ടോ. നമ്മൾ അടുത്ത് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഒറിജിനൽ മീനാന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും അകലെ നിന്ന് നോക്കുമ്പോൾ അതൊക്കെ ഡമ്മിയാണ്. ഇത് ക്രെയിൻ ബേർഡ്സ്. ഇവിടെ സ്നേക്ക് വന്നിട്ട് ഫ്രോഗിനെ പിടിക്കാനായിട്ട് ഇതൊരു ഫിഷാണ്. ഇതിനെയും കാണാൻ നല്ല രസം. സ്നേക്ക് ആൻഡ് ബിഗസ്റ്റ് ഫ്രോഗ് കണ്ടു. ഒരു സ്നേക്ക് ഫ്രോഗിനെ തിന്നാൻ വാ തുറക്കുന്ന പോലെ നമുക്ക് ഇത് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പം മറ്റേ സൈഡിൽ പിന്നെ സ്നേക്കിന്റെ മറ്റേ സൈഡില് ഒരു ഫ്രോഗ് ഓടുന്നത് സ്നേക്കിനെ കണ്ടിട്ട് കണ്ടു. അപ്പൊ സ്നേക്ക് കിട്ടി വൺ ഫിഷ് ഓടിങ്. ഞങ്ങളെ ആരും ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. ഇത് ക്രെയിൻ ബേർഡ്സ് ആണ്. ക്രെയിൻ ബേർഡ്സ് മീൻ പിടിക്കുന്ന പോലെ ലേക്കിൽ വന്നിട്ട്
സൈഡിൽ നിന്ന് മീൻ പിടിക്കുന്ന പോലെ. മീൻ കമ്മിങ് ഫ്ലെമിംഗോ, സോറി ഫ്ലെമിംഗോ കേട്ടോ. മീനാണ്, കണ്ടപ്പോ തന്നെ മനസ്സിലാവത്തില്ല വലിയ മീൻ. ഇതുണ്ട് പവിഴപ്പുറ്റ് പോലെ ഹോൾസ് ഒക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ട്. അപ്പോൾ ഇവന്മാർക്കും ഒരു രസം കേട്ടോ. ആ ഹോളിൽ കൂടെ കയറി ഇറങ്ങി നമുക്ക് നോക്കിയാൽ എപ്പോഴും കാണാൻ പറ്റും. ഒരു ഹോളിൽ കൂടെ കയറും, അടുത്ത് ഇറങ്ങും, താഴെക്കൂടെ മുഴുകി ഇങ്ങനെ ഹോള് പോലെ ഇങ്ങനെ ഒത്തിരി ഇടത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫിഷും അതിനകത്തൂടെ തന്നെ ഒത്തിരി നേരം കളിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഒരു ഫിഷ് ഒത്തിരി നേരം അതിനകത്ത് കിടന്ന് ഇതാണ് മീന്. ഇതെല്ലാം മീനാണ്. ഇതാണ് സീക്കടിയിലുള്ള പവിഴപ്പുറ്റുകളാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വേറൊരു ഏരിയ ആണ്. ഇവിടെ നമ്മൾ ചെല്ലുമ്പം നമ്മുടെ പഴയ ആദിവാസികൾ മീൻ പിടിക്കാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ. ഇത് നമ്മുടെ തെരണ്ടി മീനാണ് കേട്ടോ. ഇഷ്ടംപോലെ തെരണ്ടി അതിലെല്ലാം കിടപ്പുണ്ട്. ഇവിടെയാണ് തെരണ്ടി മീനെ കാണുന്നത്. ഇവിടെ കൊറേ തെരണ്ടി മീനുണ്ട്. എല്ലാ സൈഡിലും ഇങ്ങനെ ബ്ലാക്കിനകത്ത് വൈറ്റ് സ്പോട്ട് പോലുള്ളതൊക്കെ. സാധാരണ ബ്ലാക്ക് അല്ലേ കാണുന്നത്, അതിനകത്ത് ഡോട്ട്സ് ഉള്ളതൊക്കെ ഉണ്ട്. പിന്നെ സർക്കിൾ, ഓറഞ്ച്, അങ്ങനെ കൊറേ ഉണ്ട്. അതിന്റെ കൂടെ സ്റ്റാർ ഫിഷ് ഉണ്ട് കേട്ടോ. സൈഡിൽ കൂടിയൊക്കെ സ്റ്റാർ ഫിഷ്. നമുക്ക് തോന്നുന്നത് ചുമ്മാ ആർട്ടിഫിഷ്യൽ ആയിട്ട് വെച്ചത്. ചിലത് ആർട്ടിഫിഷ്യൽ, സ്നേക്ക് അല്ലത് ഫിഷ്. അപ്പ ഞങ്ങൾ കണ്ടു സ്റ്റാർട്ട് ഫിഷ് മൂവിങ് വെള്ളം. അപ്പ മറ്റേ സെക്ഷൻ എത്തി. ഇവിടെ സ്മോൾ ഫിഷസ് ആണ്. സ്മോൾ ഫിഷസ് ഈ വെള്ളം മൂവിങ് ഷോളി ഇഷ്ടമല്ല ഫാസ്റ്റ് മൂവിങ് ഫിഷ്. ഫിഷിന് ഫാസ്റ്റ് ആയിട്ട് വെള്ളം മൂവ് ചെയ്യുന്ന ഇഷ്ടമല്ല കേട്ടോ. സ്ലോലി വെള്ളം മൂവ് ചെയ്യുന്നതാണ് ഫിഷിന് ഇഷ്ടം. അതാണ് കൊച്ചു ഉദ്ദേശിച്ചത്. ഈ മീനാണ് കൊച്ചു പറയുന്നത് സ്നേക്ക്. അതിൻ്റെ അത് നീളം കൊണ്ടാണ് കൊച്ചു പറയുന്നത് സ്നേക്കാണ്. ബിഗ്ഗസ്റ്റ് മീൻ കണ്ടു. ബിഗ്ഗസ്റ്റ് മീൻ മറ്റേ സെക്ഷനിലെത്തി. സോ ഈ ഏരിയ ഭയങ്കര ഡാർക്കാണ്. എന്നിട്ട് ഇതൊക്കെ ഭയങ്കര ഓൾഡ് ദിവസങ്ങളിലെ ടൈപ്പ് സാധനങ്ങളാണ്. നമ്മളെ ഇച്ചിരി പേടിപ്പിക്കുന്ന രീതിയിൽ അസ്ഥി കൂടെ തന്നെ അതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഷാർക്കിന്റെ കുഞ്ഞുങ്ങളാണ്. ഇത് ആദിവാസികളുടെ ഒരു കാര്യം പറയട്ടെ. ആദിവാസികളുടെ പഴയ ഒരു രീതി, അതായത് അവർ മീൻ പിടിച്ചും മൃഗങ്ങളെ വേട്ടയാടിയൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരു തീമാണ് മോളി കാണിച്ചിരിക്കുന്നത്. നമ്മളെ അല്ലത് മീനെ അമ്പ് ചെയ്ത് പിടിക്കുന്നതാണ് അവര്. അത് മീനല്ലത്, മീനെ പിടിക്കാൻ വന്നിരിക്കുന്ന വേണ്ട, മീനെ പിടിക്കുക. മീനോടിപ്പോയി. അത് തന്നെ. ഇതൊക്കെ അവിടെ ലേക്കിനകത്ത് അവര് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഗോൾഡൻ. ശരി, ഇത് ഗോൾഡൻ മീനാട്ടോ. ഇത് കണ്ടിട്ടുണ്ട് നമുക്ക്. ആ ഗോൾഡ് സ്പോട്ട് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും അത് ഗോൾഡായിട്ടേ തോന്നുള്ളൂ. അതിൻ്റെ ചെതുമ്പലം എന്താണ് ഗോൾഡ് കളറിൽ, പക്ഷെ നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് അത് ഇങ്ങനെ ഗോൾഡ് കളറിലെ മീൻ പോകുന്ന പോലെ തോന്നും. ഇത് ഞാൻ ഒരു മീനിൻ്റെ മാത്രമേ എല്ലാ സ്ഥലത്തും ഇങ്ങനെ മാക്സിമം സൈസ്, അതിൻ്റെ ഏജ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ആദിവാസികൾ ടെന്റ് അടിച്ചിട്ട് ടെന്റിനകത്തൊക്കെ ഇരിക്കുന്ന പോലെയൊക്കെയാണ് മോള് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മോൾ ഭാഗമാണ്. താഴെയാണ് മീൻ. മോളി മീനല്ല, മോളി വേറെ തീമാ. ഒരു മനുഷ്യൻ അമ്പ് ചെയ്യാനൊക്കെ ഫോക്സ് നിൽപ്പുണ്ട്.
വേറെ ആൾക്കാർ ഫോക്സിനെ ഫോക്സ് ലാമ്പാണ്, ലാമ്പിനെ ഇത് അവർ പിടിച്ചോണ്ട് പോകുന്നുണ്ട്, കൊന്നിട്ട് പിടിച്ച് കുക്ക് ചെയ്യാനായിട്ടൊക്കെ കൊണ്ടുപോകുന്നു. ഇതിനകത്തൊക്കെ മീൻ കിടപ്പുണ്ട്. ഇത് നമ്മുടെ ആറ്റും തീരം പോലെ തീരെ ചെറിയ മീനാണ്. ആറിന്റെ ഒക്കെ ഒരു തീരം പോലെ ഒരു സെറ്റ് ഗ്ലാസിന്റെ മോളിക്കൂടെ നോക്കിയാൽ ഒട്ടും കാണാൻ പറ്റില്ല, വേവ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ വല്ല മോശക്കാരും പറ്റ് ഫിഷ് മൂവിങ്. ഇത് ഇവിടെ ഹിപ്പോപ്പൊട്ടാമസ് നിൽക്കുന്ന പോലെ അതിനകത്ത് വലിയ സക്കർ പോലത്തെ മീനുകളാണ്. ഹിപ്പോപ്പൊട്ടാമസ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറുള്ള ഒരു കോമ്പിനേഷനുള്ള ഫിഷ് ഇതിനകത്തുള്ള. ഹിപ്പോപ്പൊട്ടാമസ് വാ പൊളിച്ച് മീനെ തിന്നാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന പോലെ. ഈ മീനൊക്കെ നല്ല അത്യാവശ്യം വലിപ്പമുള്ള മീനുകളാണ്. നമുക്ക് അടുത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാവും നല്ല വലിപ്പമുള്ള മീനുകളാണ് ഇതെല്ലാം. ഫോറസ്റ്റിനകത്ത് ഒരു ലേക്കിനകത്ത് ഹിപ്പോപ്പൊട്ടാമസുകൾ ഇറങ്ങി നിൽക്കുന്നു. ആ ഒരു രീതിയാണ് അവർ വെച്ചേക്കുന്നത്. അതിൻ്റെ താഴെ ലേക്കിനകത്ത് സ്വാഭാവികമായിട്ട് മീനുകളുണ്ടല്ലോ, ആ ഒരു തീമാണ് ഇവരിവിടെ കൊടുത്തേക്കുന്നത്. ഓറഞ്ച് കളറിലെ ഒരു മീൻ, നമ്മുടെ ഏറ്റവും വെറൈറ്റി ഏരിയയിലേക്ക് നമ്മൾ ഇവിടെ നമ്മൾ എന്തോരം ടൈം സ്പെൻഡ് ചെയ്താലും നമുക്ക് അവിടുന്ന് പോകാൻ തോന്നത്തില്ല. നമ്മുടെ ഹീറോ കിടക്കുന്നുണ്ടോ? അവൻ കിടന്നവിടെ ഉറങ്ങുവാ. ഹീറോ കിടന്ന് ഉറങ്ങുവാ. ഇതുണ്ടോ? ഇതാണ് നമ്മുടെ എന്താ നമ്മള് സീക്കടിയിലാണ് നിൽക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീനുണ്ട്. എല്ലാ മീനെയും നമുക്കിങ്ങനെ തൊട്ട് തലോടി കാണാം. മോളി വരെ ഫിഷ് ഒക്കെ ഓടുമ്പോ നമുക്ക് ആ ഫീലിങ്സ് ഫീൽ ചെയ്യാം. നമ്മുടെ ഹീറോ മീന് ഞങ്ങളുടെ മുകളിൽ കൂടെ കുറെ പ്രാവശ്യം ഓടിയേ. അപ്പൊ ഞങ്ങൾ തന്നെ പോയി പിടിക്കും, അത് ഞങ്ങളുടെ മുകളിൽ കൂടെ കിടന്നുറങ്ങും, ഓടും. അതാണ് ഞങ്ങളുടെ പണി. പിള്ളേർക്കും നല്ല പേടിച്ചു പോയില്ലേ? പിള്ളേർക്കും വലിയവർക്കും എല്ലാം ഒത്തിരി ഇഷ്ടപ്പെടുന്ന അത് സൈഡിൽ കൂടെ ഓടുവാണെങ്കിൽ ഞങ്ങൾ അതിനെ തൊടും. തൊടുന്നേ, പക്ഷെ നമുക്കത് അതിലാ തൊടുന്നുള്ള ഒരു ഫീലിംഗ്. പിള്ളേർക്ക് ഉമ്മ വെക്കാനും നമ്മുടെ തലയുടെ മുകളിൽ മീനെ പിടിച്ചോണ്ട് നിൽക്കാനും കൊച്ചു ബിഗ്ഗസ്റ്റ് മീൻ്റെ ഒക്കെ വീഡിയോ എടുത്തായിരുന്നു. ഞങ്ങൾ പോയ ദിവസം അധികം റഷൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ സ്ഥലത്ത് എന്തോരം ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യായിരുന്നു. ഇപ്പൊ ഒത്തിരി തിരക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ശരി നമ്മൾ ലൈനായിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ പുറകെ അടുത്ത ആൾക്കാർ വരുമ്പോ എല്ലാരും പിടിക്കാൻ നോക്കുക തന്നെ. നമ്മുടെ തലയുടെ മുകളിൽ കൂടെ അവൻ പിള്ളേരെയൊക്കെ കണ്ടിട്ട് ഇവന്മാരെല്ലാം അട്രാക്ട് ചെയ്ത് ഇങ്ങനെ വരുമായിരുന്നു. എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. അപ്പൊ നമുക്കൊരു രസമായിരുന്നേ. ആർക്കും നമ്മുടെ അടുത്തൊന്നും പോണമെന്നില്ലായിരുന്നു. നമ്മളെ കണ്ടിട്ട് ഒന്ന് പോകുമ്പത്തേനും മറ്റേത് വരും, മറ്റേത് പോകുമ്പത്തേനും മറ്റേത് വരും. അവന്മാരെല്ലാം നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ അടുത്തൊന്നും പോണമെന്നില്ല. നമ്മള് തൊടുകയൊക്കെ ചെയ്യുമ്പോഴേ ഇങ്ങനെ അറിയില്ല, നമ്മളെ കഴിക്കണം എന്നുള്ള ആഗ്രഹമാണോ അറിയത്തില്ല. അവിടെ കിടന്നൊക്കെ നോക്കുവാന്ന് കൊറേ വാലൊക്കെ ഇട്ട് നോക്കി. മീൻ ഗോ 1 മീൻ കം വരും അല്ലേ? Appa all mean go all fish coming this packet land fish coming. ലൈൻ ആയിട്ട് അവര് നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഉമ്മ കൊടുക്കുന്നുണ്ടാ ചേച്ചി.
എനിക്ക് ഉമ്മ കൊടുക്കും എല്ലാം. ഉമ്മ കൊടുക്കണം. എല്ലാവരും ഫിഷിന് ആവശ്യത്തിലധികം ഉമ്മ കൊടുത്തു. ഉണ്ടോ? ഇങ്ങനെ നമ്മുടെ അടുത്ത് എല്ലാവരും നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിങ്ങനെ ചേർന്ന് കിടക്കുമ്പോഴേ നല്ല രസമാണ്. നമ്മുടെ തലയുടെ അവിടെ പിള്ളേരെ അട്രാക്ട് ചെയ്തിട്ട് എന്താണോ എല്ലാരും ഇങ്ങനെ ഇവിടെ വന്ന് ഈ സൈഡിൽ മൂലയ്ക്ക് വന്ന് ഇങ്ങനെ കിടക്കുമായിരുന്നു. ടെസ്സുവിന് ഒത്തിരി ഇഷ്ടമായി മീന്. ചോക്ലേറ്റ് ഒക്കെ തരാം. ഈ ഫിഷിനെ ടെസ്സുവിന് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ എല്ലാവരും ഉമ്മ കൊടുത്തു. ഇഷ്ടപ്പെട്ടു ഉമ്മ കൊടുക്കുന്ന ആട്ടുകൾക്ക്. ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഇതായിരിക്കും. കാരണം നമുക്ക് ഇങ്ങനൊരു ഇതൊന്നും നമ്മുടെ ലൈഫിൽ പിന്നെ കിട്ടത്തില്ലല്ലോ. അവിടുത്തെ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് സങ്കടത്തോടെ പോയി എന്ന് പറയാം അല്ലേ. അവിടുന്ന് പോണെന്ന് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. വൺ ആന്റി എന്ന് പറഞ്ഞാൽ അത് മത്സ്യകന്യകയാണ്. മീനെ പിടിച്ച മറ്റേ ആന്റി വന്നാണ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് സെക്ഷനുകളിലെ സെക്ഷനാണിത്. ഇത് ഇവിടെ തിരുപ്പതിരുന്നുണ്ടോ നമ്മുടെ കൗനിയൊക്കെ ഉണ്ടാക്കി ഒരു ടെമ്പിളിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി ഇവിടെയൊക്കെ സ്മോൾ ഫിഷ് ആണ്. കാരണം ചെറിയ ചെറിയ അക്വറി ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ചെറിയ അക്വറി ചെറിയ മീനുകൾ അവർ ആ അക്വറി സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസിനനുസരിച്ചും കളറും എല്ലാം കറക്റ്റായിട്ട് യോജിച്ച രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഫിഷിൻ്റെ സൈസും കളറും എല്ലാം നല്ല അട്രാക്റ്റീവായിട്ട് കമ്പൊക്കെ പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി. ഇതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. ഈ മീൻ ഉണ്ട് അതിന്റെ വാലയിൽ കുത്തിയത് എഴുന്നേറ്റ് നിൽക്കുക. മിക്ക മീനെ എന്ത് മീനാന്നറിയില്ല. ഇത് സിംഹത്തെ അങ്ങനെ എന്ത് തീമാണ് അവരതിനകത്ത് വെച്ചേക്കുന്നത്. അതിനകത്തൊക്കെ സ്മോൾ മീൻ. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് വെളിയിലേക്ക്. നമ്മുടെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. നമ്മൾ ഫിഷിനെ എല്ലാം കണ്ട് തീർത്തു. ഔട്ട് സൈഡിലെ കാഴ്ചകളാണ്. നമുക്ക് മീന് ഫീഡ് ചെയ്യാം. അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. ഇത് ഓൺ ദ വേയില് കുറച്ച് ക്യാമലും ഇതൊരു റെസ്റ്റോറന്റ്. ഇതാ ഏറ്റവും കൂടുതൽ രസം. ഞങ്ങളുടെ കയ്യിലുള്ള ഫുഡ് ഓൾ മീൻ ഈറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ കയ്യിൽ ഫുഡ് നമ്മൾ കയ്യിൽ ഫുഡ് വെച്ച് കൊടുക്കും. ആദ്യം കൈ കഴുകിയിട്ട് വരണം. അപ്പോൾ അവർ ഫുഡ് നമ്മുടെ കയ്യിൽ തരും. ഫിഷ് ഫുഡ് തരും. ആ ഫിഷ് ഫുഡ് നമ്മൾ കൈ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പം മീൻ വന്ന് നമ്മുടെ കൈക്കകത്ത് നമ്മുടെ കൈ മുക്കി കൊണ്ടുപോയി. അതെ, നല്ല രസമാണ്. നമ്മുടെ ഒരു മീൻ ഞാൻ കൊടുത്തോണ്ടിരുന്നപ്പോ എന്റെ ഒരു ഫിംഗർ അകത്തോട്ട് കൊണ്ടുപോവാ. അപ്പൊ ചിലതിന് കണ്ണൊന്നും ഇല്ല കേട്ടോ. ചിലത് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്നതാണോ ഈ നമ്മുടെ കുഴപ്പം. നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉപദ്രവിക്കുന്നതാണോ എന്താണെന്നറിയില്ല. ചില മീനുകൾക്കൊന്നും കണ്ണില്ല. അത് കാണുമ്പോൾ നമുക്ക് ഇച്ചിരി സങ്കടം വരും. ചിലതിന് 2 കണ്ണും ഇല്ല. അവർക്കാകുമ്പോ ഒന്നും കിട്ടാറുമില്ല. അല്ല, അവരും വന്ന് ഫുഡ് കഴിക്കാനൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവർക്ക് അത്രയും കിട്ടാറൊന്നും ഇല്ല. ഇതുണ്ട്, നമ്മള് കയ്യില് ഫുഡ് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോ നല്ല രസം. അതിങ്ങനെ വന്ന് നമ്മുടെ കയ്യിലോട്ട് അത് വെള്ളത്തിന് വെളിയിൽ വരെ വരും. അതുപോലെ നമ്മുടെ കയ്യെ വന്ന് നക്കും. നമ്മള് ഫുഡ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൊടുക്കുമ്പോ നമ്മള് പറ്റിക്ക് പറഞ്ഞ അവര് വന്ന് നമ്മുടെ കൈ കടിക്കാൻ പോകും. ഇതൊരു വെറൈറ്റി അനുഭവമാണ്. അത് ചെറിയ മീനല്ല കേട്ടോ, ഇതെല്ലാം വലിയ മീൻ. ഇങ്ങനെ ചെറുതായിട്ട് തോന്നുന്നു, പക്ഷെ ഇത് ചെറുതൊന്നും അല്ല. ഹാൻഡ് കടിച്ചു പൊട്ടിച്ചു. ഞങ്ങളെല്ലാം ആളാൻ വീതം ഒരു പ്രാവശ്യം അലോടുള്ളൂ. പക്ഷെ ഞങ്ങൾ അവരോട് ചോദിച്ച് 2-3 പ്രാവശ്യം ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. അത്രയ്ക്ക് ഇഷ്ടമായി പോയതേ. നമുക്കൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ. ചിലതൊക്കെ വെള്ളത്തിന്റെ മുകളിൽ വന്ന് ഇങ്ങനെ കിടക്കും. ഓരോ മീൻ ലെയർ ഏറ്റവും ലാസ്റ്റ് ലെയർ
വെള്ളത്തിന് മുകളിൽ അങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും നമ്മൾ വരുമ്പോഴത്തേക്ക്. കിട്ടി കഴിഞ്ഞിട്ട് അത് പെട്ടെന്ന് താഴോട്ട് ചാടിപ്പോകും. താഴേന്നൊക്കെ ഒറ്റ വലിയായിട്ട് ചാടും നമ്മുടെ കയ്യിന്റെ മുകളിലോട്ടൊക്കെ. ഇഷ്ടംപോലെ മീനുണ്ട്. ഇതൊക്കെ പിള്ളേരെ പിന്നെ ഹന്നയ്ക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. ഹന്നയ്ക്ക് പിന്നെ എല്ലാത്തിനും ചെറിയൊരു പേടിയുണ്ട്. സ്റ്റാർട്ടിങ് ട്രബിൾ. ഇതൊക്കെ കണ്ടോ ആ മീനെല്ലാം വെളി വരുന്ന വെള്ളത്തിന്റെ ചിലതേ ഉള്ള അകത്ത്. ഇതാട്ടോ ആ മറൈൻവേൾഡിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി സാധനം എന്ന് പറയുന്നത്. അട്രാക്റ്റീവും വെറൈറ്റിയും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. നമ്മളങ്ങനെ ഔട്ട് സൈഡിലെത്തി. ഇനി തിരിച്ചു പോകുന്ന വഴിയാണ്. ഇതിനകത്ത് വലിയൊരു ആമേനെയും വലിയൊരു മുയലിനെയൊക്കെ എടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആമയുടെ വലിപ്പം കണ്ടിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ചെറിയ ആമയാന്ന് വിചാരിക്കും. എനിക്ക് വരെ ഇവൻ കയറി ഇരിക്കാൻ പറ്റുന്ന അത്രേ സൈസുള്ള ആമയാട്ടോ. പിള്ളേർക്കൊക്കെ മുകളിൽ ഞാൻ കയറിയിരുന്നു. അത്രയും വലിയ ആമയാണ്. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ചെറുതായിട്ടേ തോന്നുള്ളൂ, പക്ഷെ നമുക്ക് കയറി. ആ മുയലും അതെ, വലിയ മുയലാണ്. ഞാനിവരോട് ആവെന്ന് പറഞ്ഞു, വാ കയറി ഇരിക്കാന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുഞ്ഞിക്കാനെ വിളിച്ചിട്ട് അവിടെ ആയിരുന്നു വന്നില്ല. അത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കിടന്ന് ഊഞ്ഞാലാടാൻ ഇത് ബെഞ്ചാണ്, ഇരുന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള ഏരിയ. ഇപ്പം നമ്മൾ ഫുഡൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം. പിന്നെ ഇതിൻ്റെ ചുറ്റും ഇഷ്ടംപോലെ റെസ്റ്റോറൻ്റ് ഉണ്ട്. കുടുംബശ്രീയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ എവിടെ വേണേലും നമുക്ക് കയറി ഫുഡ് കഴിക്കാം. അതുകൊണ്ട് വലിയൊരു ക്രാബിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയ ക്രാബിനെയൊക്കെ അവർ ഉണ്ടാക്കി വെച്ചേക്കാണ്. പിന്നെ ഇവിടെ വേറൊരു ഫിഷ് ക്യാച്ചിങ് എന്നും പറഞ്ഞുകൊണ്ട് ഫിഷ് ക്യാച്ചറി. അവിടെ ഞങ്ങൾ പോയില്ല. പൈസ കൊടുത്താൽ അവിടെ കയറിയിട്ട് നെറ്റിനകത്ത് പിള്ളേർക്ക് പിടിക്കാൻ പറ്റും.